വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ പൊതു ആരാധന കലണ്ടറിൽ ചേർത്ത് ഫ്രാൻസിസ് പാപ്പ. വിവിധ പ്രാദേശിക സഭാ നേതൃത്വങ്ങളുടെയും നിരവധി ഇടയന്മാരുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചെടുത്ത ഈ തീരുമാനം സംബന്ധിച്ച ഡിക്രി ഫെബ്രുവരി 11 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇതനുസരിച്ച് മദർ തെരേസയുടെ മരണദിനമായ സെപ്റ്റംബർ 5 വിശുദ്ധയുടെ തിരുനാളായി ആരാധന കലണ്ടറുകളിലും വിശുദ്ധ കുർബാനയ്ക്കുള്ള പുസ്തകങ്ങളിലും യാമപ്രാർത്ഥനകളിലും ചേർക്കപ്പെടും. ദൈവീക ആരാധനയ്ക്കും കൂദാശകളുമായി ബന്ധപ്പെട്ട അച്ചടക്കത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ആർതർ റോഷിയുടെയും ഡിക്കസ്റ്ററി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് വിത്തോറിയോ വിയോളയുടെയും ഒപ്പോടുകൂടി ഫെബ്രുവരി 11 പുതിയ ഡിക്രി പ്രസിദ്ധീകരിച്ചത്. 1997 കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നിര്യാതയായത്. പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ സെപ്റ്റംബർ 5 വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് വിശുദ്ധ ബലിയും യാമപ്രാർത്ഥനകളും നടത്താനാകും. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട ഡിക്രിയിൽ കാരുണ്യത്തിന്റെ തളരാത്ത പ്രവർത്തകയായിരുന്ന മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ചുകൂടി എഴുതിയിട്ടുണ്ട്. ശരീരത്തിന്റെയും ആത്മാവിന്റെയും ക്ലേശങ്ങളിൽ ആശ്വാസം തേടുന്ന അനേകർക്ക് വിശുദ്ധ മദർ തെരേസ പ്രതീക്ഷയുടെ ഉറവിടമായി തിളങ്ങുന്നുണ്ടെന്ന് ഡിക്കാസ്റ്ററി തങ്ങളുടെ രേഖയിൽ എഴുതി. എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിതനായ ക്രിസ്തുവിന്റെ വാക്കുകൾ മദർ തെരേസയുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നുവെന്നും തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാരുണ്യം ഉൾപ്പെടുത്താൻ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചുകൊണ്ടുള്ള തന്റെ ജീവിതത്തിൽ വിശുദ്ധയ്ക്ക് കഴിഞ്ഞിരുന്നുവെന്നും ഡിക്രി ഓർമ്മിപ്പിച്ചു. 1910 ഓഗസ്റ്റ് 26 സ്കോപ്പിയയിൽ ജനിച്ച മദർ തെരേസ 1929 കൽക്കട്ടയിലെ തന്റെ സേവനം ആരംഭിച്ചത്. 1950 വിശുദ്ധ കാരുണ്യത്തിന്റെ മിഷണറിമാർ എന്ന കോൺഗ്രിഗേഷൻ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് ഏതാണ്ട് 6000-ലധികം സന്യാസിനിമാരാണ് ഈ സ്ഥാപനത്തിലൂടെ ക്രിസ്തുവിന്റെ കാരുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മദർ തെരേസയ്ക്ക് ലഭിച്ചിരുന്നു. 2003 ഒക്ടോബർ 19 വിശുദ്ധ ജോൺ പോൾ II പാപ്പയാണ് മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. കാരുണ്യത്തിന്റെ ജൂബിലി വർഷത്തിൽ 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് പാപ്പയാണ് മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്.